അടിച്ച് കിണ്ടിയാകുന്ന ലാലേട്ടൻ ദേ തൂഫാനിൽ. മോഹൻലാൽ എന്ന പ്രതിഭയെക്കുറിച്ച് നമുക്ക് മുഖവുരയൊന്നും ആവശ്യമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോക സിനിമയിലെ തന്നെ ഏറ്റവും വലിയ അഭിനയ പ്രതിഭകളിൽ ഒരാളാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നും കാണേണ്ടതില്ല. അദ്ദേഹം നേടിയെടുക്കാത്ത അവാർഡുകളില്ല. അത്രമാത്രം അഭിനയ പ്രതിഭ മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന, ഇന്ത്യയിലെ സിനിമാ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുന്ന അഭിനയ പ്രതിഭയാണ് മോഹൻലാൽ. അദ്ദേഹം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാന്റെ വാരിയറായി രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായും അതേപോലെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ പോലീസ് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് നേതൃത്വം നൽകുന്ന ആ ദൗത്യത്തിന്റെ ചുമതലയുള്ള IG പുട്ട വിമലാദിത്യയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഒരു ബാഡ്ജ് കൊടുത്തു. ആ ബാഡ്ജ് ഇങ്ങനെയാണ്: ഐ ആം എ തൂഫാൻ വാരിയർ. അതായത് ഞാൻ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ഒരു യോദ്ധാവാണ് എന്ന് നമുക്ക് അതിനെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. വാരിയർ എന്ന് പറഞ്ഞാൽ യോദ്ധാവ്, മയക്കുമരുന്നിന് എതിരായിട്ടുള്ള യുദ്ധത്തിലെ യോദ്ധാവാണ് ഞാൻ. അതാണ് മോഹൻലാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു റോൾ. ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ ഡ്രഗ്സിനെതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തൊക്കെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അതിനെതിരായി ഉള്ള ബോധവൽക്കരണം, ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം ആഭ്യന്തര മന്ത്രിയുമായി വിശദീകരിക്കുകയുണ്ടായി. ആഭ്യന്തരമന്ത്രി അതിൽ തൃപ്തി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഐ ആം എ തൂഫാൻ വാരിയർ എന്ന് പറയുന്ന ബാഡ്ജ് മോഹൻലാലിന് നൽകിയത്. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു സാധാരണ നടനല്ല. അദ്ദേഹം മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹം മലയാളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുള്ള ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന ഏത് ചുവടും അനുകരിക്കാനായി ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. നമുക്കറിയാം എത്രയോ മോഹൻലാൽമാരാണ് ഉള്ളത്. അദ്ദേഹത്തെ പോലെ ചരിഞ്ഞ് നടക്കുന്നതും അദ്ദേഹത്തിൻ്റെ രൂപഭാവാദികളുമൊക്കെ ആയിട്ട് മിമിക്രി വേദിയിൽ മാത്രമല്ല, ജീവിതത്തിൽ പോലും മോഹൻലാൽ എന്ന നിലയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത്രമാത്രം മലയാളികളെ സ്വാധീനിച്ച നടനാണ് മോഹൻലാൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാനിലെ വാരിയർ എന്ന് പറയുന്ന ആ സ്ഥാനത്തെ അദ്ദേഹത്തെ ആരാധിക്കുന്ന യുവജനങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, അദ്ദേഹത്തെ സമപ്രായക്കാർ, അദ്ദേഹത്തിന് മുകളിലുള്ള പ്രായക്കാർ ഒക്കെ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായും പിന്തുണ നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം അദ്ദേഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒപ്പം ദൗത്യത്തിന്റെ ചുമതലയുള്ള IG പുട്ട വിമലാദിത്യയും കണ്ട് തൻ്റെ ഈ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം വിവരിച്ചത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ മയക്കുമരുന്നിന് എതിരായി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം, മോഹൻലാൽ സ്വകാര്യ ജീവിതത്തിൽ മദ്യപിക്കുന്ന ആളാണ്. അദ്ദേഹം പല അഭിമുഖങ്ങളിലും താൻ മദ്യപിക്കുന്നു എന്ന് പരസ്യമായി തുറന്നു പറയുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം മദ്യത്തിൻ്റെ പരസ്യത്തിൽ പങ്കെടുത്ത ആളാണ്. ഒരു മദ്യത്തിൻ്റെ പരസ്യം വളരെ വിജയകരമായി നടപ്പിലാക്കിയ ആളാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മദ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ പ്രമുഖമായിട്ടുള്ള പരസ്യം, ഒരുപക്ഷെ മോഹൻലാലിൻ്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴും പ്രസക്തിയുള്ള ഒരു പരസ്യമാണ് അദ്ദേഹം ആ മദ്യ കമ്പനിക്ക് വേണ്ടി നടത്തിയത്. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ചോദ്യം അദ്ദേഹം ഒരു റിസോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പലരോട് ഇങ്ങനെ ചോദിച്ചു പോകുന്ന ഒരു കാര്യമാണ്, വൈകിട്ട് എന്താ പരിപാടി. എന്നിട്ട് അവസാനം ആ ബ്രാൻഡിന്റെ പേരും പറയുന്നു. അങ്ങനെ ഒരു മദ്യ ബ്രാൻഡിന്റെ അംബാസഡർ ആയിട്ടുള്ള ആളാണ് മോഹൻലാൽ. ഇനി അദ്ദേഹം നിരവധി കാര്യങ്ങളിൽ ഈ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുണ്ട്. മറ്റൊരു ഇരട്ടത്താപ്പാണ് ലാലിസം എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 2015 ജനുവരി 21 അന്ന് ലാലിസം എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കി. ആ മ്യൂസിക് ബാൻഡിന് ഉണ്ടായ പ്രചോദനം റൺ ബേബി റൺ എന്ന് പറയുന്ന സിനിമയിൽ രതീഷ് വേഗ ഈണമിട്ട ആറ്റുമണൽ പായയിൽ എന്ന് മോഹൻലാൽ പാടിയ ഒരു ഗാനം ഹിറ്റായിരുന്നു. ആ ഹിറ്റ് ആയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ
രതീഷ് വേഗയുമായി മോഹൻലാൽ ആലോചിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മ്യൂസിക് ബാൻഡ് തയ്യാറാക്കിക്കൂടാ. അദ്ദേഹത്തിന് ഒപ്പം രതീഷ് വേഗ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സുഹൃത്തായുള്ള പ്രിയദർശനൊപ്പം കൂടി പിന്നീട് TK രാജീവ് കുമാറും അതിൻ്റെ ഭാഗമായി. അങ്ങനെ ലാലിസം എന്ന് പറയുന്ന പേരിൽ ഒരു മ്യൂസിക് ബാൻഡ് അദ്ദേഹം 2015 രൂപം കൊടുത്തു. ആ മ്യൂസിക് ബാൻഡ് 35ാമത് ദേശീയ ഗെയിംസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയായി മാറുകയും ചെയ്തു. ആ മ്യൂസിക് ബാൻഡിന്റെ ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് പണ്ടങ്ങാണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതിയ ഗാനത്തിന് രതീഷ് വേഗ സംഗീത സംവിധാനം നൽകി മോഹൻലാൽ പാടിയ പാട്ടാണ് പണ്ടങ്ങാണ്ട്. അതാണ് ലാലിസത്തിന്റെ ഈ പറയുന്ന ആദ്യത്തെ ഗാനം. അപ്പോൾ മോഹൻലാലിന്റെ ലാലിസം എന്ന് പറയുന്ന ബാൻഡിന്റെ ആദ്യ ഗാനമായി അത് തുടർന്ന് 35ാമത് ദേശീയ ഗെയിംസിന് മുന്നോടിയായി ലാലിസം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ 35 വർഷത്തെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ആ പരിപാടി അവതരിപ്പിച്ചത്. നമ്മുടെ പൊതു ഖജനാവിൽ നിന്നും 2 കോടി രൂപയാണ് ലാലിസത്തിന് സർക്കാർ നൽകിയത്. എന്നാൽ ആ ലാലിസം എന്ന് പറയുന്നത് മോഹൻലാൽ മൈക്ക് വെച്ച് ചുണ്ടനക്കുകയായിരുന്നു, അതായത് മൈനസ് ട്രാക്കിട്ട് പാടുകയായിരുന്നു. മോഹൻലാൽ ശരിക്കും ലൈവ് ഷോ ആയിരുന്നു നടത്തിയത്. മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മോഹൻലാൽ മൈക്ക് വെച്ചിട്ട് ചുണ്ടനക്കുകയായിരുന്നു പാട്ടിനകത്ത്. അപ്പോൾ പാട്ടൊരിടത്ത് ചുണ്ടൊരിടത്ത് എന്നായി. അതോടുകൂടി ലാലിസം പൊളിഞ്ഞു, അദ്ദേഹത്തിന്റെ ഇമേജ് തകർന്ന് തരിപ്പണമായി. അദ്ദേഹം ആ 2 കോടി രൂപ തിരികെ സർക്കാരിന് കൊടുത്തു. അങ്ങനെ വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന് എന്ന നിലയിലാണ് പലപ്പോഴും ഈ മോഹൻലാലിന്റെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ നടപടികളും കണ്ടാൽ നമുക്ക് സൂക്ഷ്മ പരിശോധനയിൽ അങ്ങനെ മനസ്സിലാകും. ഇപ്പൊ ഇവിടെ അദ്ദേഹം മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഭാഗമാണ്. അദ്ദേഹം മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: മദ്യപാനം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച് വഴിയിൽ കിടക്കുക, അല്ലെങ്കിൽ ആൾക്കാരുമായി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ അസുഖമായി ഹോസ്പിറ്റലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുക, അങ്ങനെ ഒക്കെ വരുമ്പോഴാണ് ഇതൊരു ശീലമായിട്ട് ഞാൻ കാണുന്നത്. മറ്റേതെൻ്റെ ഒരു ശീലമാണ്, അതായത് മദ്യപാനം എൻ്റെ ഒരു ശീലമാണ്, അതുകൊണ്ട് ഞാൻ വേറെ ആർക്കും ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ തൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു മദ്യത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മദ്യത്തെ ന്യായീകരിക്കുന്നയാളാണ്. അങ്ങനെ ഒരാൾ ഈ പറയുന്ന ലഹരി മുക്ത പരിപാടിയായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാന്റെ വാര്യറായി വരുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തെ എത്രയോ പേര് അനുകരിക്കുന്നതാണ്. അദ്ദേഹം ഈ മദ്യത്തെ ഇന്റർവ്യൂവിൽ വന്ന് ന്യായീകരിക്കുമ്പോൾ, അദ്ദേഹം സ്വകാര്യ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് പരസ്യമായി പറയുമ്പോൾ, ഒരു മദ്യ ബ്രാൻഡിന്റെ പരസ്യ അംബാസഡറായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയൊക്കെ തന്നെ അദ്ദേഹം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആരാധകരെ സ്വാധീനിക്കുന്നുണ്ട്, പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമില്ലേ? ഈ ലഹരി ഏത് തരത്തിലെ ആയാലും ലഹരിയാണ്. അത് മദ്യമായാലും ശരി, മയക്കുമരുന്നായാലും ശരി, MDMA ആയാലും ശരി, ഏത് തരത്തിലുള്ള ലഹരി ആയാലും ലഹരി തന്നെയാണ്. മദ്യത്തിനൊരു ലഹരി, അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരി ശരിയാണ്, മറ്റ് രാസലഹരിയാണ് തെറ്റ് എന്ന് പറയുന്നതിൽ ന്യായമില്ല. രണ്ടും ലഹരി തന്നെയാണ്, രണ്ടും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മദ്യപിക്കുന്ന മോഹൻലാൽ ഈ പറയുന്ന അയാമെ തൂഫാൻ വാരിയർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ, അല്ലെങ്കിൽ അത് ഇൻവെർട്ടർ കോമയാണ്, അദ്ദേഹം ബ്രാൻഡ് അംബാസഡർ അല്ല, അദ്ദേഹം അതിന്റെ യോദ്ധാവ് എന്ന നിലയിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. മോഹൻലാലിന്റെ ജീവിതവും ഈ പറയുന്ന യഥാർത്ഥത്തിലെ പ്രവൃത്തിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമില്ലേ? മോഹൻലാൽ മദ്യപിക്കുന്നയാളല്ലേ? അദ്ദേഹം ഈ ഓപ്പറേഷൻ തൂഫാറിന്റെ യോദ്ധാവായി വരുമ്പോൾ അവിടെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ താൻ മദ്യപാനം നിർത്തിയെന്നും ഇനി മുതൽ താൻ മദ്യപിക്കില്ല എന്നും നിങ്ങളും അങ്ങനെ മദ്യപിക്കരുതെന്നും ഞാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു എന്നും പറഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ സത്യസന്ധമായിരുന്നു ആ വാചകങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു വാചകം നമ്മൾ കേട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.